ഹായ്, എൻ്റെ പേര് വൈശാഖ്. ഞാൻ മേഘലക്ഷ്മി. ഞങ്ങൾ ഗുരുവായൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ആളുടെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രസവരക്ഷ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, പ്രസവരക്ഷ ചെയ്യണമെന്ന്. അതെനിക്കൊരു നിർബന്ധമുള്ളൊരു കാര്യം പോലെ തന്നെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയാലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ കുഞ്ഞുണ്ണിനെ എനിക്ക് മാനേജ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റുമോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ന്യൂ ബോണ്ട് ഞാൻ എടുക്കുന്നതൊക്കെ. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാല് കൊടുക്കേണ്ട രീതി, പിന്നെ വരുന്ന ഗസ്റ്റുകളൊക്കെ ആണെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, പാലുണ്ടോ, പാല് കുറവാണോ, പൊടി കൊടുക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വീണ്ടും നമ്മളൊരു ടെൻഷനിലേക്കാണ് പോകുന്നത്. നമ്മുടെ കുട്ടിക്കുള്ള പാല് നമുക്ക് ഉണ്ടാവില്ലേ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡെലിവറിക്ക് മുന്നേ തന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു, ഇങ്ങനെ പ്രസവരക്ഷ ചെയ്യണം എന്നുള്ളൊരു ആശയം എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പം ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ എവിടെയാണ് നമുക്ക് ചെയ്യുക, എങ്ങനെയാണത് ചെയ്തുള്ള ആളുകളെ നമുക്ക് മുന്നേ പിന്നെ എനിക്ക് പരിചയമില്ല. ചിലപ്പോൾ ആളുടെ ഫ്രണ്ട്സൊക്കെ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ എനിക്കങ്ങനെ നേരിട്ട് പരിചയമുണ്ടായിരുന്നില്ല ആരും. അപ്പോൾ ആ സമയത്ത് ഞാൻ അന്വേഷിച്ച് തുടങ്ങിയത് യൂട്യൂബിലും മറ്റുമൊക്കെ സെർച്ച് ചെയ്ത് തുടങ്ങിയത് എങ്ങനെ എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. എനിക്ക് ഒരു നിർബന്ധം എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു ആംബിയൻസ് വേണം. അവർക്ക് ഈ ഒന്നാമത് ഡെലിവറി കഴിഞ്ഞതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ണീനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു ആംബിയൻസ് വേണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വളരെയധികം സെർച്ച് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടെത്തിയതാണ് ഈ വൈദ്യമന്ദിരം. ഇവിടെ വന്ന് കണ്ടതും ഇവിടെ ഉള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഒരു പോസിറ്റീവ് എനർജി അപ്പോൾ തന്നെ കിട്ടി, ഇങ്ങോട്ട് വരാം എന്തായിരുന്നു എന്നുള്ളത്. ഹസ്ബൻഡ് ഇതേപോലെ എന്നോട് വൈദ്യമന്ദിരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ നമ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതുപോലെ ഒരു 3-4 സ്ഥലത്ത് ഞാൻ ഡോക്ടേഴ്സായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒന്നും കൂടിയും കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടി എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത് വൈദ്യമന്ദിരത്തിലെ ഡോക്ടർ ജിബിയായിരുന്നു. മാഡത്തിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഡൗട്ട്സൊക്കെ എനിക്കൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് എനിക്ക് കൂടുതൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് വരുന്നേക്കാളും മുന്നേ എനിക്ക് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് ചെയ്യണോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ, ഇത് ചെയ്താലുണ്ടാവും നമുക്ക് ബെനിഫിറ്റ്സൊക്കെ ഞാൻ മാഡത്തിനോട് മുന്നേ തന്നെ ഞാൻ ചോദിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചേച്ചിനെ വെച്ചിട്ട് നമുക്കിത് ചെയ്താൽ പോരെ, പണ്ടൊക്കെ ആൾക്കാർ അതാ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പം എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം, അത് ആവശ്യമുള്ളതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്കതിൻ്റെ ആവശ്യം മനസ്സിലായത്. നമ്മളിപ്പോൾ വീട്ടിലേക്കൊരു നമ്മൾ ചേച്ചീനെ വിളിച്ച് വരുത്തിയാലും നമ്മുടെ പ്രസവരക്ഷ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അത് കംപ്ലീറ്റ് ആവില്ല. അതിന് നമ്മൾ ഇങ്ങനത്തെ പാക്കേജാണ് നമ്മൾ എടുക്കണം. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായത്, നമ്മുടെ ബോഡിക്ക് വരുന്ന ചേഞ്ചസ്. നമുക്ക് ഫേസ് പാക്ക് ഉണ്ടായിരുന്നു, ഫേസ് മസാജ് ഉണ്ടായിരുന്നു, ഹെഡ് മസാജ്, പിന്നെ ബോഡി മസാജ് ഉണ്ടായിരുന്നു, കിഴി, ധൂപനം, പിന്നെ വയറ് കെട്ടിവെക്കൽ, വേദകുളി, സ്റ്റീം, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് അധികം വയറുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോൾ. അപ്പോൾ വയറ് കെട്ടി വെച്ചപ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ അത് മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഡയറ്റാണ് ഇവിടെ എടുത്ത് പറയേണ്ടത്. ഇപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ വെയിറ്റ് എന്തായാലും നമ്മൾ കൂടുമല്ലോ. അപ്പം അത് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ നോർമൽ വെയിറ്റിലേക്കാണ് ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെയിറ്റ് അധികം, ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടപ്പോൾ എന്നെ കാണാൻ വരുന്ന ഗസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് വെയിറ്റ് അധികം കൂടിയിട്ടില്ല, പണ്ടത്തെ പോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വൈദ്യമന്ദിരം. ഇപ്പോൾ ഡയറ്റ് ആണെങ്കിലും അവരുടെ മെഡിസിൻസ് ആണെങ്കിലും അധികം ഓവർ വെയിറ്റ് അല്ലാതെ ഈ വെയിറ്റ് ഇപ്പോൾ എനിക്ക് ബോഡിക്ക് ഇപ്പോൾ എനിക്ക് നല്ല കംഫർട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും ഉണ്ണീനെ എടുക്കാനാണെങ്കിലും ഈ വെയിറ്റ് എനിക്ക് ഭയങ്കര കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ വൈഫ് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് പോണ സമയത്ത് 2-3 മണിക്കൂർ അടുപ്പിച്ച് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ സമയത്ത് ഉണ്ണിയുടെ കാര്യങ്ങൾ ഇവർ ആ സമയത്തിന് വളരെ കൃത്യമായിട്ട് ചെയ്യും. ഉണ്ണിയുടെ മസാജിങ് കാര്യങ്ങളും എണ്ണ തേക്കലും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉണ്ണിയും വലിയ വാശിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് കിടന്ന് ഉറങ്ങും. ആ സമയത്തൊക്കെ നമുക്കൊരു ടെൻഷനായിരുന്നു, വൈഫ് ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് പോണ സമയത്ത് തന്നെ ഉണ്ണി കരഞ്ഞു കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാവരും ഉണ്ണിയായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, അത്രയും അവരെ സ്വന്തം ഒരു കുട്ടീനെ പോലെ അവർ നോക്കിയിരുന്നത്. ഉണ്ണീരെ മസാജ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെഡ് മസാജ്, ബോഡി മസാജ്, ഇതൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ആദ്യം അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. ഉണ്ണിയോളെ വെറുതെ കുളിപ്പിക്കുക, അതൊക്കെ തല ഒന്നും ഇങ്ങനെ റൗണ്ട് ആവാൻ വേണ്ടിയിട്ട് അത്രമാത്രം നമുക്ക് അങ്ങനെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല, അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കാനായിട്ട്, കറക്റ്റായിട്ട് നടക്കാനായിട്ട്,
പിന്നെ അവരെ ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ. വീട്ടിലാടുന്നപ്പോൾ ഉണ്ണീര് ഉറക്കമൊക്കെ നല്ലോണം തീരില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഓയിൽ മസാജ് ഒക്കെ ചെയ്തപ്പോഴാണ് ആളൊന്നും കൂടിയും ബെറ്റർ ആയിട്ട് ഉറങ്ങണതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ഇത് നോക്കണമല്ലോ. പല സ്ഥലങ്ങളിലും പല പാക്കേജുകളാണ് വരുന്നത്. നമ്മൾ അന്വേഷിച്ച പല സ്ഥലങ്ങളിലും വളരെ വളരെ എക്സ്പെൻസീവാണ് പല സ്ഥലങ്ങളിലും. പക്ഷേ ഇവിടെ വളരെ നോർമലായിട്ടുള്ളൊരു റേറ്റ് നമുക്ക് വന്നു. പിന്നെ മാത്രമല്ല നമ്മൾ പിന്നെ ഇവിടുന്ന് തിരിച്ച് പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സത്യത്തിൽ ഇവിടെ തിരിച്ച് പോയത്. പിന്നെ നൗഫൽ ഡോക്ടറായിരുന്നു ഇവിടെ ഫുൾ ടൈം നമുക്ക് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. ആൾ നമ്മളായിട്ട് ഭയങ്കര ഒരു ഫ്രണ്ടായിരുന്നു നമ്മുടെ ആ സമയത്ത് ഡോക്ടർ. പിന്നെ എനിക്കും എപ്പോൾ വേണമെങ്കിലും രാത്രികളിൽ ഞാൻ ചിലപ്പോൾ വരുമ്പോഴൊക്കെ വളരെ ലേറ്റാവും ഓടിക്ക് വരുമ്പോൾ. അപ്പോൾ രാത്രി വരുമ്പോഴോ പോകുമ്പോഴോ പലയിടത്തും അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ വരാൻ പറ്റില്ല, നമ്മുടെ ഫാമിലീസ് ആർക്കോ ഒന്നും വരാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എപ്പോഴെങ്കിലും വരാം, നമ്മളെ കാണാം. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടായിട്ടില്ല ആ സമയത്ത്. ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. ഇപ്പോൾ ആളുടെ ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നപ്പോഴുള്ളൊരു ചേഞ്ച് അത് എനിക്ക് നല്ല പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് അപ്പോൾ ആളും ഭയങ്കര ഹാപ്പിയാണ്. എനിക്കത് കാണുമ്പോൾ വളരെ ഹാപ്പിയാണ്. ഉണ്ണി അത് വളരെ ആക്റ്റീവാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ എന്തായാലും നമ്മളൊക്കെ പുതിയൊരു തലമുറയിൽപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്നുകൂടെ ആലോചിക്കണം. നമ്മൾ പഴയ ആളുകൾക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി അധികം അറിവുണ്ടായിരിക്കില്ല. അവർ വീട്ടിൽ ചെയ്താൽ പോരെ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. പക്ഷെ നമ്മളതിനെ പറ്റി കറക്റ്റായിട്ട് അന്വേഷിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പക്ഷേ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ റെക്കമെൻഡ് ചെയ്യും വൈദ്യമന്ദിരത്തെ പറ്റിയത്.